ഓണം വരെയാണ്. ഓണത്തിന് നമുക്ക് തലേദിവസം തന്നെ പുളിയിഞ്ചിയൊക്കെ തയ്യാറാക്കി വെച്ചാൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും പിറ്റേന്ന് കഴിക്കുമ്പോൾ. അപ്പോൾ അതിനായിട്ട് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പുളിയിഞ്ചിയാണ്. ഒരു വെറൈറ്റി ടേസ്റ്റും കൂടി ഉണ്ട് ഇതിന്. തേങ്ങയൊക്കെ കുറച്ച് വറുത്ത് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുക് മൂപ്പിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ വറ്റൽമുളക്, പിന്നെ കുറച്ച് വേപ്പില, ഇതൊക്കെ ഒന്ന് മൂപ്പിക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/4 കപ്പ് കുനുകുനാ അരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് തേങ്ങ ചേർത്ത് തേങ്ങയും നല്ലൊരു ചുവപ്പ് കളറാവുന്നത് വരെ വറുത്തെടുക്കാം. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പൊടികളൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് പുളിവെള്ളം, ഇത്തിരി ലൂസായിട്ടുള്ള പുളിവെള്ളം 1/2 കപ്പ്, അതിൽ കൂടെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം, ഒരു പകുതി കഷ്ണം ശർക്കര. ഇതിലേക്ക് കുറച്ച് 1/4 ടീസ്പൂൺ ഉലുവ, കായും ഒരു 1/4 ടീസ്പൂൺ മൂപ്പിച്ച് പൊടിച്ചത്, രണ്ടും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് തിളച്ച് ചെറുതായിട്ട് ഇങ്ങനെ കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ പാകത്തിന് ഉപ്പും പുളിയും മധുരവും എല്ലാതുമായിട്ടുണ്ട്. ഇനി കുറച്ച് ഇരുന്ന് കഴിയുമ്പോൾ ഇത്തിരി കൂടെ അത് തിക്കായിട്ട് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇഞ്ചിക്കറി, വെറൈറ്റി ടേസ്റ്റിലുള്ള ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് തലേദിവസം തന്നെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നമ്മളത് തന്നെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കും. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ.